ഓക്കെ, നമുക്കിനി സെക്കൻഡ് മൊഡ്യൂളിൽ ഒരു ചെറിയ ടോപ്പിക് കൂടി ബാക്കിയുണ്ട്. ഫയർ പ്ലൂം എന്നാണ് ടോപ്പിക്കിൻ്റെ പേര്. ഫയർ പ്ലൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഫ്യൂവൽ കത്തുന്ന സമയത്ത് അതിൽ നിന്നും ഫ്ലെയിം വരും. ഈ ഫ്ലെയിമിൽ ഹോട്ട് ഗ്യാസ് കൂടെ ഉണ്ടാവും. ഈ ഹോട്ട് ഗ്യാസ് ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി കുറയും. ഫ്ലെയിമിനകത്ത് ടെമ്പറേച്ചർ ഉണ്ടാവും, അപ്പോൾ ഗ്യാസിനും ടെമ്പറേച്ചർ ഉണ്ടാവും. അപ്പോൾ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഡെൻസിറ്റി കുറയും. നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, പി ഈസ് ഈക്വൽ ടു റോ ആർ ടി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് റോ ഈസ് ഈക്വൽ ടു പി ബൈ ആർ ടി എന്ന് എഴുതാം. അതായത് ഡെൻസിറ്റിയും ടെമ്പറേച്ചറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡെൻസിറ്റി കുറയും. ഡെൻസിറ്റി കുറയുന്ന സമയത്ത് ബയൻസി ഫോഴ്സ് നിങ്ങൾ ഫ്ലൂയിഡിൽ പഠിച്ചിട്ടുണ്ടാവും. ഈ ബയൻസി ഫോഴ്സ് കാരണം ഗ്യാസ് മുകളിലോട്ട് പൊങ്ങും. ഇങ്ങനെ പൊങ്ങുന്ന അതിനെ നമ്മൾ പറയുന്ന പേരാണ് ആക്ച്വലി ഫയർ പ്ലൂം. അതിൻ്റെ ഡെഫിനേഷനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ബയൻസി ഡ്രിവൺ ഫ്ലോ ഓഫ് ഹോട്ട് ഗ്യാസസ് എസ്റ്റാബ്ലിഷ്ഡ് ഓവർ എ ഫയർ. ഒരു ഫയറിൽ ഉണ്ടാകുന്ന ബയൻസി ഡ്രിവൺ ആയിട്ടുള്ള ഹോട്ട് ഗ്യാസിൻ്റെ ഫ്ലോനെ നമ്മൾ പറയുന്ന പേരാണ് ഫയർ പ്ലൂം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. നമ്മളൊരു ഫയർ ഉണ്ടാകുന്ന സമയത്ത് അതിൽ ഫ്ലെയിമും ഹോട്ട് ഗ്യാസും ഉണ്ടാവും. ഈ ഹോട്ട് ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ കൂടിയത് കൊണ്ട് അതിൻ്റെ ഡെൻസിറ്റി കുറയും. അപ്പോൾ ബയൻസി ഫോഴ്സ് കാരണം ഈ ഗ്യാസ് മുകളിലോട്ട് റൈസ് ആവും. ഇങ്ങനെയുള്ള ഫ്ലോന് നമ്മൾ പറയുന്ന പേരാണ് ഫയർ പ്ലൂം. ഇറ്റ് ഈസ് ദി ബയൻസി ഡ്രിവൺ ഫ്ലോ ഓഫ് ഹോട്ട് ഗ്യാസസ് എസ്റ്റാബ്ലിഷ്ഡ് ഓവർ എ ഫയർ. അങ്ങനെയാണ് നമ്മൾ ഫയർ പ്ലൂം എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ ഒരു ഫിഗർ കാണാൻ പറ്റും. ഇതിപ്പോൾ ഒരു ഫ്യൂവൽ ഉണ്ട്. നമുക്ക് ഈ വിർച്വൽ ഒറിജിൻ കാണിച്ചുള്ള ഒരു ഫ്യൂവലാണ്. അത് കത്തുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഉണ്ടാവുന്നുണ്ട്. ആ ഫ്ലെയിമിന് കുറച്ച് കഴിഞ്ഞാൽ ഫ്ലെയിമിൻ്റെ ആ ഭാഗത്ത് നമുക്ക് ഹോട്ട് ഗ്യാസുകൾ കാണാൻ പറ്റും. അപ്പോൾ ഹോട്ട് ഗ്യാസിൻ്റെ ആ ഒരു ഫ്ലോനെ നമ്മൾ സിമ്പിളായിട്ട് പറയുന്ന പേരാണ് ഫയർ പ്ലൂം. ഓക്കെ, ഇനി അതിൻ്റെ കുറച്ച് ബേസിക് ഫീച്ചേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഫിഗർ വെച്ചിട്ട് പറയാം. അപ്പോൾ ഇതിന് 3 റീജിയനാണ് പ്രധാനമായിട്ടുള്ളത്. ഫസ്റ്റ് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെയിം റീജിയനാണ്. കത്തുന്ന സമയത്ത് ആ ഫ്ലെയിം ഉള്ള പോർഷൻ നമ്മൾ പറയുന്ന പേരാണ് ഫ്ലെയിം റീജിയൻ. ഈ ഒരു പോർഷനാണ് ഫ്ലെയിം റീജിയൻ. അത് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർമീഡിയൻ്റ് റീജിയൻ കാണാൻ പറ്റും. ഓക്കെ, ഇൻ്റർമീഡിയൻ്റ് റീജിയൻ അത് കഴിഞ്ഞാലാണ് നമ്മുടെ ആക്ച്വലി പ്ലൂം എന്ന് പറഞ്ഞ ആ റീജിയൻ നമുക്ക് കാണാൻ പറ്റുക. പിന്നെ ഇവിടുന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം കാണാൻ പറ്റും. ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന ഒരു വി ഷേപ്പിൽ ഇതിൻ്റെ വിടുത്ത് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം പുറത്തുനിന്നുള്ള എയർ ഇതിലോട്ട് കയറാം. അതിന് നമ്മൾ എൻട്രൈൻഡ് എയർ ഫ്ലോ എന്നാണ് പറയാം. സ്വാഭാവികമായിട്ടും ഈ പ്ലൂം മുകളിലോട്ട് പോകും തോറും പുറത്തുനിന്നുള്ള എയർ വരുന്നു. എയർ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ മാസ് കൂടും. അങ്ങനെ വിടുത്ത് കൂടി വരുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഫയർ പ്ലൂം എന്ന് പഠിക്കുക. അതിന് 3 സോൺ ഉണ്ട് എന്ന് പഠിക്കുക. ഏതൊക്കെയാണ്? ഫ്ലെയിം സോൺ, ഇൻ്റർമീഡിയൻ്റ് സോൺ, പ്ലൂം സോൺ. ഓക്കെ, മുകളിലോട്ട് പോകുന്നതോറും സോണിൻ്റെ വിടുത്ത് കൂടി വരും. ഇനി നിങ്ങൾക്കൊരു കാര്യം കാണാൻ പറ്റും. നമ്മൾ ഈ ഫ്ലെയിം റീജിയനകത്ത് എപ്പോഴും ഫ്ലെയിം കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പേര് ഫ്ലെയിം റീജിയൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ഫ്ലെയിം റീജിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലെയിം എപ്പോഴും കാണപ്പെടുന്ന റീജിയനാണ്. പക്ഷേ ഇൻ്റർമീഡിയൻ്റ് റീജിയൻ എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും നമുക്ക് ഫ്ലെയിം കാണാൻ പറ്റില്ല. ചില സമയത്ത് കാണും, ചില സമയത്ത് കാണില്ല. പിന്നെ ഫ്ലെയിം റീജിയനിൽ കംപ്ലീറ്റ് ഹോട്ട് ഗ്യാസ് ആയിരിക്കും ഉണ്ടാവുക. ഫ്ലെയിമിനെ നമുക്ക് കാണാൻ പറ്റില്ല. അത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അറിയേണ്ട കാര്യം ഇതിനകത്ത് ടെമ്പറേച്ചറിൻ്റെയും വെലോസിറ്റിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, നമുക്ക് 3 റീജിയൻ ഉണ്ട്. ഫ്ലെയിം റീജിയൻ, ഇൻ്റർമീഡിയൻ്റ് റീജിയൻ, പ്ലൂം റീജിയൻ. മുകളിലോട്ട് പോകുന്നതോടെ ഇതിന് വിടുത്ത് കൂടി വരുന്നുണ്ട്. പിന്നെ ഫ്ലെയിം കാണപ്പെടുന്നത് ഫ്ലെയിം റീജിയനിലാണ്. ഇൻ്റർമീഡിയൻ്റ് റീജിയനിൽ ചില സമയത്ത് കാണും, ചില സമയത്ത് കാണില്ല. പ്ലൂം റീജിയനിൽ നമുക്ക് ഫ്ലെയിം കാണാൻ പറ്റില്ല, ഹോട്ട് ഗ്യാസിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് വിടുത്ത് കൂടുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എൻട്രൈൻഡ് ഫ്ലോ അല്ലെങ്കിൽ എയർ ഫ്ലോ ഇതിലോട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പ്ലൂമിൻ്റെ വിടുത്ത് കൂടി വരുന്നതുകൊണ്ടാണ് ആ വിടുത്ത് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രാഫ് കാണാൻ പറ്റും, പ്ലൂം വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട്. സപ്പോസ് ഇതാണ് നമ്മുടെ സെൻട്രൽ ആക്സിസിന് വെക്കുക. ഈ സെൻട്രൽ ആക്സിസും നമ്മൾ ഈ പ്ലൂമിൻ്റെ 2 സൈഡിൽ നിന്നും നോക്കുന്ന സമയത്ത് സെൻട്രൽ ആക്സിസിലോട്ട് പോകുന്തോറും സ്വാഭാവികമായിട്ടും നമ്മുടെ ഫ്ലെയിമിൻ്റെ അല്ലെങ്കിൽ പ്ലൂമിൻ്റെ വെലോസിറ്റി മാക്സിമം എവിടെ ആയിരിക്കും ഉണ്ടാവുക? സെൻട്രലായിരിക്കും. ഈ എൻഡിലോട്ട് പോകുന്തോറും വെലോസിറ്റി കുറഞ്ഞു വരും, 0 ആവും അല്ലെങ്കിൽ മിനിമം ആവും. മാക്സിമം കിട്ടുന്നത് സെൻട്രൽ ആയതുകൊണ്ട് നമുക്കൊരു പരാബോളിക് ആയിട്ടുള്ള ഒരു കർവാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ വെലോസിറ്റി മാക്സിമം ഉണ്ടാവുക നമ്മുടെ ആക്സിസിൻ്റെ സെൻട്രലായിരിക്കും. അതാണ് ഈ ഒരു ഗ്രാഫിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി വേറെ ഒരു ഗ്രാഫ് കൂടി ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഈ ഹൈറ്റ്. ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ ഈ ഹൈറ്റ് നോക്കുകയാണ്. അതാണ് ZY ആക്സിൽ എടുത്തിട്ടുള്ളത്. X ആക്സിൽ നമ്മൾ ടെമ്പറേച്ചറും അതുപോലെ തന്നെ വെലോസിറ്റിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം വെലോസിറ്റി ഇവിടുന്ന് ഈ ഹൈറ്റ് മുകളിലോട്ട് പോകുന്നതോറും വെലോസിറ്റി ആദ്യം ഫ്ലെയിമിൻ്റെ വെലോസിറ്റിയാണ്, അത് കൂടി വരുന്നു. ഒരു പർട്ടിക്കുലർ റിസൾട്ട് മാക്സിമം ആവുന്നു. പിന്നെ നമ്മൾ എത്ര ഹൈറ്റിലോട്ട് പോയി കഴിഞ്ഞാലും ഏകദേശം ഒരു കോൺസ്റ്റൻറ്റ് ഫ്ലെയിം വെലോസിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഫ്ലെയിമിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ അതിൻ്റെ എൻഡ് വരെ കൂടും. പിന്നെ നമുക്ക് ഏകദേശം കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയാണ് കിട്ടുക.
നമ്മൾ ടെമ്പറേച്ചർ നോക്കുന്ന സമയത്തും ഫ്ലെയിം റീജിയനകത്ത് മാക്സിമം ടെമ്പറേച്ചറാണ്. അത് കഴിഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് റീജിയനിലോട്ട് കടക്കുന്തോറും നമ്മുടെ ടെമ്പറേച്ചർ കുറഞ്ഞ് പിന്നീട് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് പോകുന്നത് അത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ടെമ്പറേച്ചർ ആണെങ്കിലും വെലോസിറ്റി ആണെങ്കിലും ആദ്യം ഒന്ന് കൂടിയിട്ട് പിന്നെ ആൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് പോവുകയാണ്. നമ്മൾ ഈ ഹൈറ്റിലൂടെ മുകളിലോട്ട് പോകുന്തോറും അതിന് വെലോസിറ്റിക്കും ടെമ്പറേച്ചറിനും എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫ് നിങ്ങൾ വരച്ച് വെക്കുക. ഓക്കെ അല്ല. അപ്പോൾ ഫയർ പ്ലൂം സോണിനെ കുറിച്ച് ഫയർ പ്ലൂമിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഷുവറായിട്ട് ഫിഗർ വരക്കണം. നമ്മളൊരു ഫ്യൂവൽ സോഴ്സ് കാണിക്കുക, അതിൽ നിന്നൊരു ഫ്ലെയിം കാണിക്കുക, 3 റീജിയൻ കാണിക്കുക, ഫ്ലെയിം റീജിയൻ, ഇൻ്റർമീഡിയറ്റ് റീജിയൻ, ഫ്ലെയിം റീജിയൻ. എന്നിട്ട് അതിൻ്റെ വിടുത്ത് കൂടി വരുന്നത് ഒരു വി ഷേപ്പിലാണ് നമുക്കത് കൂടി വരുന്നത് എന്നുള്ളത് കാണിക്കുക. എൻട്രൈൻഡ് ഫ്ലോ കാണിക്കണം. മാർക്സ് ഇതിലോട്ട് കയറുന്നതായിട്ടാണ് ഡയറക്ഷൻ കാണിച്ചിട്ടുള്ളത്. വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ സെൻട്രലായിരിക്കും മാക്സിമം ഉണ്ടാവുക, 2 എൻഡിലും മിനിമം ആയിരിക്കും. ഇനി നമ്മൾ ഹൈറ്റിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഫ്ലെയിമിൽ ആൾമോസ്റ്റ് മാക്സിമം ടെമ്പറേച്ചർ കിട്ടും, പിന്നെ അത് കുറഞ്ഞ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ഇവിടുത്തെ കേസിൽ മാക്സിമം വെലോസിറ്റി അങ്ങനെ തന്നെ കൂടി വരും. ഫ്ലെയിമിൻ്റെ എൻഡിൽ മാക്സിമം വെലോസിറ്റി കിട്ടും, പിന്നെ അത് കുറഞ്ഞ് ആൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് പോകും. ഇത്രയും കാര്യങ്ങളാണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തില്ല. ഇനി അതിനുള്ള സയൻറ്റിഫിക്കലി അതിനുള്ള റീസൺസും കാര്യങ്ങളാണ്. വിസ്കോസിറ്റിയെ കുറിച്ചും കറണ്ടിനെ കുറിച്ചിട്ടൊക്കെ എഡീസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇനി അവിടെ പറയുന്ന ഒരു ടേമാണ് കുറച്ചുകൂടി ഡെപ്തിൽ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയേണ്ട ഒരു ടേമാണ് ഇൻ്റർമിറ്റൻസി എന്ന് പറയുന്നത്. ഇൻ്റർമിറ്റൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഇൻ്റർമിറ്റൻസി ഈസ് ദ റേഷ്യോ ഓഫ് ടൈം ഓഫ് ഫ്ലെയിം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഒബ്സർവ്ഡ് ടൈം. അതായത് ഒരു ഫ്ലെയിം കാണപ്പെടുന്ന ടൈം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ടൈമിൻ്റെ ആ റേഷ്യോനെ പറയുന്ന പേരാണ് ഇൻ്റർമിറ്റൻസി. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ടൈം ഓഫ് ഫ്ലെയിം ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. അങ്ങനെ സിമ്പിളായിട്ട് പഠിച്ചാൽ മതി. ടൈം ഓഫ് ഫ്ലെയിം ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ. അപ്പോൾ എത്ര സമയം ഒരു ഫ്ലെയിം പ്രസൻ്റ് ആണ് ഡിവൈഡഡ് ബൈ നമ്മൾ എത്ര സമയം അത് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, ആ റേഷ്യോയാണ് ഇൻ്റർമിറ്റൻസി എന്ന് പറയുക. സിമ്പിൾ കൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റീജിയനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും ഫ്ലെയിം ഉണ്ട് അല്ലേ, നമ്മുടെ ഫ്ലെയിം റീജിയനകത്ത് എപ്പോഴും ഫ്ലെയിം ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇൻ്റർമിറ്റൻസി എത്രയായിരിക്കും? 1 ആയിരിക്കും. നമ്മൾ നേരെ ഫ്ലെയിം റീജിയനിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും ഫ്ലെയിം കാണപ്പെടുന്നില്ല, അവിടെ ഹോട്ട് ഗ്യാസ് മാത്രമേ ഉള്ളൂ. അവിടെ അപ്പോൾ ഇൻ്റർമിറ്റൻസി എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ഇൻ്റർമിറ്റൻ്റ് റീജിയനകത്ത് ചില സമയത്ത് കാണും, ചില സമയത്ത് കാണില്ല. അപ്പോൾ അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 to 1 ഒന്നുമില്ല, ഇവിടെ 0, ഇവിടെ 0 to 1, ഇവിടെ 1. അതാണ് ഇൻ്റർമിറ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെയിം കാണപ്പെടുന്ന സമയം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഒബ്സർവ്ഡ് ടൈം. അപ്പോൾ ഫ്ലെയിം റീജിയനകത്ത് ഇൻ്റർമിറ്റൻസി 1 ആയിരിക്കും, ഫ്ലെയിമിൽ 0 ആയിരിക്കും, ഇൻ്റർമിറ്റൻ്റ് റീജിയനിൽ 0 to 1 അതിൻ്റെ റേഞ്ച് ഉണ്ടാവുക. അത്രയും കാര്യങ്ങൾ അവിടുന്ന് മനസ്സിലാക്കുക. ഇനി ഇവിടെ എനർജി, ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സാണ്. ഇപ്പോൾ നല്ല മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഓരോ ഫീച്ചേഴ്സ് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ എന്തൊക്കെ പോയിന്റ് എഴുതണം എന്നാണ് പറയുന്നത്. എനർജിയെക്കുറിച്ചും ടെമ്പറേച്ചറിനെ കുറിച്ച് ആൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി എനർജിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ് എനർജി കണ്ടന്റ് ഇൻ ദ ഗ്യാസസ് ഇൻക്രീസസ് അലോങ് ദ ഹൈറ്റ് ഫ്രം ദ ഫ്യൂൽ സർഫസ് ഡ്യൂ ടു ഹീറ്റ് റിലീസ് ഫ്രം ദി ഫ്ലെയിം. അപ്പോൾ നമ്മൾ മുകളിലോട്ട് പോകുന്തോറും എനർജി കണ്ടന്റ് കൂടി വരികയാണ് ചെയ്യുക. ഫ്ലെയിമിൽ ത്രൂ ഔട്ട് ആൾമോസ്റ്റ് എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമ്മൾ പറഞ്ഞ ഈ ഫ്ലെയിം റീജിയനിൽ എത്ര മനസ്സിലാക്കിയാൽ മതി, ഈ ഫ്ലെയിം റീജിയനിൽ ആൾമോസ്റ്റ് എനർജി ആദ്യം ഫ്ലെയിമിൻ്റെ മുകളിലോട്ട് പോകുന്നതും കൂടി വന്ന് ടിപ്പ് എത്തുന്ന ആ സമയത്ത് ആൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും എനർജി. ഓക്കെ. ഇനി എനർജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറ്റ് റിലീസ് ഡ്യൂ ടു കമ്പഷൻ മൈനസ് ഹീറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ എന്ത് സാധനം കത്തുമ്പോൾ ഹീറ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര ഹീറ്റ് നമുക്ക് കിട്ടി മൈനസ് എത്ര ഹീറ്റ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി, ആ ഒരു ഡിഫറൻസിനെ പറയുന്ന പേരാണ് എനർജി കണ്ടന്റ്. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, ഹീറ്റിനെയാണ് സിമ്പിളായിട്ട് അവിടുത്തെ എനർജി എന്ന് പറയുന്നത്. അത് നമുക്ക് ഉണ്ടാകുന്ന ഹീറ്റ് മൈനസ് ലോസ് ആയി പോകുന്ന ഹീറ്റ്, അത് നമ്മുടെ ഫ്ലെയിമിൽ ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ ഫ്ലെയിം വെലോസിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഓരോ ടേമൊന്നും ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കില്ല, പക്ഷേ ജനറൽ ആയിട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഫയർ ഫ്ലെയിം വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രോഡ് നമ്പർ ഉണ്ട്. നിങ്ങൾ ഫ്ലൂയിഡിൽ പഠിച്ചിട്ടുണ്ടാവും. ഫ്രോഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇനേർഷ്യ ഫോഴ്സ് ബൈ ഗ്രാവിറ്റി ഫോഴ്സ്. അപ്പോൾ അത് നമുക്ക് വേറെ ഇക്വേഷനിലായിട്ട് എഴുതുകയാണെങ്കിൽ ഫ്രോഡ് നമ്പർ ഇസ് ഈക്വൽ ടു u²/gd എന്ന് എഴുതാം. ഈ കാണുന്ന u ആണ് ആക്ച്വലി ഇവിടുത്തെ ഫ്ലെയിമിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ ഫ്ലൂമിൻ്റെ വെലോസിറ്റി. ഫയർ ഫ്ലെയിം വെലോസിറ്റി u²/gd. g ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, d ഡയമീറ്റർ ഓഫ് ദി ഫയർ അല്ലെങ്കിൽ നമ്മളവിടെ ഉണ്ടാകുന്ന ഫയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ലെങ്ത് ആണ്. അത് സാധാരണ നമ്മൾ ഡയമീറ്റർ ആയിട്ടാണ് എടുക്കുക. അപ്പോൾ ഫ്രോഡ് നമ്പർ ഇസ് ഈക്വൽ ടു u²/gd. ഇതിൽ u ആണ് നമ്മുടെ ഫയർ ഫ്ലെയിം വെലോസിറ്റി. പിന്നെ വേണമെങ്കിൽ നമുക്ക് വെലോസിറ്റിനെ വേറെ ടെമ്പറേച്ചറിൻ്റെ ടേമിൽ നമുക്ക് എഴുതാം. u is equal to 2 into t minus t infinity into gz divided by t infinity raised to 0.5.
ഇവിടെ ടി മൈനസ് ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫയറിൻ്റെ ടെമ്പറേച്ചർ, ടി ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആണ്. ജി നമ്മൾ ആൾറെഡി പറഞ്ഞു, ഇസഡ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ജി ഇൻറ്റു ഇസഡ് റൈസ് ടു അല്ലെങ്കിൽ റൂട്ട് ജി ഇൻറ്റു ഇസഡിന് പ്രപ്പോർഷനിലാണ് യു എന്ന് മാത്രം അവിടെ മനസ്സിലാക്കുക. ആ രണ്ട് ടേമെങ്കിലും ഓർത്ത് വെക്കുക. വെലോസിറ്റി, പ്ലൂം വെലോസിറ്റി ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ജി ഇൻറ്റു ഇസഡ്. അതേപോലെ തന്നെ എഫ് ആർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ ജി ഡി. ഫയർ പ്ലൂം വെലോസിറ്റിയിൽ ആ രണ്ട് ഇക്വേഷനാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഇനി എയർ എൻട്രൈൻമെൻറ്റിനെ കുറിച്ച് നമ്മൾ ആൾറെഡി പറഞ്ഞു. നമ്മുടെ പ്ലൂം മുകളിലോട്ട് പോകും തോറും എയർ ഉള്ളിലോട്ട് കയറി വരുന്നുണ്ട്, മാസ് ഓഫ് എയർ കൂടി വരുന്നുണ്ട്. അതിനാണ് നമ്മൾ എയർ എൻട്രൈൻമെൻറ്റ് എന്ന് പറയുന്നത് പറഞ്ഞു. അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിനൊരു ഇക്വേഷൻ അവർ പറയുന്നുണ്ട്, എത്രമാത്രം മാസ് ഓഫ് എയർ എൻട്രൈൻ ചെയ്യുന്നുണ്ട് എന്നുള്ള ഇക്വേഷൻ റോ ഇൻറ്റു പൈ ഇൻറ്റു ഡി ഇൻറ്റു എച്ച് എഫ് ഇൻറ്റു യു. പറ്റുന്നവർ ആ ഒരു ഇക്വേഷൻ കൂടി ജസ്റ്റ് നോക്കുക. റോ ഡെൻസിറ്റി ആണ്, ഡി ആൾറെഡി നമ്മൾ ഡയമീറ്റർ പറഞ്ഞു, എച്ച് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് ആണ്, ഹൈറ്റ് ഓഫ് ഫ്ലെയിം ആണ്, യു എന്ന് പറഞ്ഞാൽ വരുന്ന വെലോസിറ്റിൻ്റെ എൻട്രൈൻ ചെയ്യുന്ന വെലോസിറ്റിൻ്റെ എയറിൻ്റെ വെലോസിറ്റി, എൻട്രൈൻ ചെയ്യുന്ന എയറിൻ്റെ വെലോസിറ്റിയാണ് യു ഇ. അപ്പോൾ റോ ഇൻറ്റു പൈ ഇൻറ്റു ഡി ഇൻറ്റു എച്ച് എഫ് ഇൻറ്റു യു ഇ. അതാണ് എയർ എൻട്രൈൻമെൻറ്റ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തരുന്ന ഇക്വേഷൻ. ഡീറ്റെയിൽഡ് ആയിട്ട് അതങ്ങനെ പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ഫ്ലെയിം ഹൈറ്റ്. ഇത് ചോദിക്കും. ഫ്ലെയിം ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഫ്ലെയിം ഹൈറ്റ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ അടുത്ത സ്ലൈഡിലുണ്ട്, അപ്പോൾ ഞാൻ പറയാം. ഇത് ജസ്റ്റ് ഇവർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇക്വേഷനാണ്, ഇതൊന്നും നിങ്ങൾ നോക്കണ്ട, ആ സ്ലൈഡിൽ വന്നപ്പോൾ വന്നേ. ഇനി അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേമാണ് പ്ലൂം ഇൻറ്ററാക്ഷൻ വിത്ത് സീലിംഗ്, അല്ലെങ്കിൽ നമ്മളതിന് പറയുന്ന പേരാണ് സീലിംഗ് ജെറ്റ്. ഓക്കെ, അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ ഒരു പ്ലൂം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ഫയർ ഉണ്ടായി. ആ ഫയറിനകത്ത് നിന്ന് പ്ലൂം പുറത്തു. പ്ലൂം എന്ന് പറഞ്ഞാൽ ഹോട്ട് ഗ്യാസ് ആണെന്ന് മാത്രം സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. ആ പ്ലൂം ഇങ്ങനെ വരുന്നു, വന്ന് എന്താണ് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ സീലിംഗ്. ആ സീലിങ്ങിൽ തട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനി മുകളിലോട്ട് പോകാൻ പറ്റില്ല, കാരണം സീലിംഗ് ആണ് അവിടെ മാക്സിമം ഹൈറ്റിലുള്ളത്. പിന്നെ അത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഈ സീലിങ്ങിൽ തട്ടിയിട്ട് ഈ പ്ലൂം ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് സീലിംഗ് ജെറ്റ്. ഒന്നുകൂടെ പറയാം. ഒരു പ്ലൂം ഹോട്ട് ഗ്യാസസ് വന്നിട്ട് നമ്മുടെ സീലിങ്ങിൽ തട്ടും. സീലിങ്ങിൽ തട്ടിയതിന് ശേഷം അത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യും. ആ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ അതിൻ്റെ മൂവ്മെൻറ്റിനെയാണ് സീലിംഗ് ജെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ എന്തിനാണ് ഇതിനെക്കുറിച്ച് പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സീലിംഗ് ജെറ്റ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഫയർ സ്പ്രിംഗ്ലർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിനകത്തുള്ള അല്ലെങ്കിൽ ഫയർ സ്മോക്ക് ഡിറ്റക്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ സീലിങ്ങിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക. ഇതിന് സിഗ്നൽ കിട്ടണമെങ്കിൽ ഈ സീലിംഗ് ജെറ്റ് അവിടെ ഉണ്ടായാൽ മാത്രമേ അതിന് സിഗ്നൽ കിട്ടുള്ളൂ. സീലിംഗ് ജെറ്റ് അവിടെ അല്ലെങ്കിൽ അവിടെ ഫയർ ഉണ്ടെന്നൊന്നും നമ്മുടെ ഡിറ്റക്ടർക്ക് മനസ്സിലാവില്ല. സെൻസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഈ സെൻസേഴ്സിന് സിഗ്നൽ കിട്ടണമെങ്കിൽ അവിടെ സീലിംഗ് ജെറ്റ് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ സീലിംഗ് ജെറ്റിൻ്റെ ഡെഫിനിഷനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മൂവ്മെൻറ്റ് ഓഫ് പ്ലൂം ആഫ്റ്റർ ഇംപിഞ്ചിങ് വിത്ത് ദ സീലിംഗ് ഈസ് കോൾഡ് സീലിംഗ് ജെറ്റ്. അത്ര എഴുതി വെക്കുക. നമ്മുടെ പ്ലൂം സീലിംഗിൽ ഹിറ്റ് ചെയ്ത ശേഷമുള്ള മൂവ്മെൻറ്റിനെ പറയുന്ന പേരാണ് സീലിംഗ് ജെറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇതിലിപ്പോൾ ഇത് ആൾറെഡി നമ്മൾ വരച്ചു. ഇവിടെ ക്യൂ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഹീറ്റ് റിലീസ് റേറ്റ് ആണ്. ഈ ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്നത് നമ്മുടെ സീലിംഗിൻ്റെ ടോട്ടൽ ഹൈറ്റ് ആണ്. അപ്പോൾ നമുക്കിങ്ങനെ പ്ലൂം ഉണ്ടായി, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആൾറെഡി നമ്മൾ പറഞ്ഞു. ഇങ്ങനെ വന്നതിന് ശേഷം സീലിംഗ് ജെറ്റ് ഇങ്ങനെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സീലിംഗ് ജെറ്റിൻ്റെ തിക്നെസ് ആണ് LT എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സീലിംഗ് ജെറ്റിൻ്റെ റേഡിയൽ ഡിസ്റ്റൻസ് ആണ്, സ്മോൾ ലെറ്റർ r. ഇതതിൻ്റെ തിക്നെസ്, ഇതതിൻ്റെ റേഡിയൽ ഡിസ്റ്റൻസ്. ഇനി ടി ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആണ്. TW എന്ന് പറഞ്ഞാൽ നമ്മുടെ സീലിംഗിൻ്റെ ടെമ്പറേച്ചർ, അതായത് സീലിംഗ് ജെറ്റ് ഇവിടെ തട്ടിയതിന് ശേഷം അവിടെ സീലിംഗിന് ഉണ്ടാകുന്ന ടെമ്പറേച്ചറാണ് TW. അപ്പോൾ നമുക്കിവിടെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷനും നമ്മുടെ സീലിംഗ് ജെറ്റിൻ്റെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനും കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം കാണാൻ പറ്റും. സീലിംഗ് ജെറ്റിൻ്റെ വെലോസിറ്റി ആണെങ്കിലും ടെമ്പറേച്ചർ ആണെങ്കിലും ഈ ഏറ്റവും ടോപ്പ് പോയിന്റിലല്ല നമുക്ക് മാക്സിമം കിട്ടുന്നത്. കുറച്ച് താഴെയാണ് യുമാക്സ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, കുറച്ച് താഴെയാണ് യുമാക്സ് ആണെങ്കിലും Tmax ആണെങ്കിലും കുറച്ച് താഴെയായിട്ടാണ് കാണുന്നത്. ആ ഒരു പോയിന്റ് അവിടെ ഓർത്ത് വെക്കുക. ഫിഗർ വരക്കുമ്പോൾ അങ്ങനെ തന്നെ വരക്കണം. സീലിംഗിൻ്റെ കുറച്ച് താഴെയായിട്ട് നമ്മുടെ Tmax ജസ്റ്റ് ഒരു കർവ് വരച്ചാൽ മതി. അതുപോലെ തന്നെ യുമാക്സും താഴെയായിട്ടാണ്, കുറച്ച് താഴെയായിട്ടാണ് കാണുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതാണ് സീലിംഗ് ജെറ്റ്. അപ്പോൾ സീലിംഗ് ജെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫയർ പ്ലൂമിൻ്റെ സീലിംഗുമായിട്ടുള്ള ഇൻട്രാക്ഷനാണ്. ഫയർ പ്ലൂം ഉണ്ടായിട്ട് അത് സീലിംഗിൽ തട്ടിയതിനു ശേഷം ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നതിനാണ് നമ്മൾ സീലിംഗ് ജെറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ടെമ്പറേച്ചറും വെലോസിറ്റി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഫയർ സേഫ്റ്റി ഡിവൈസ് ഓപ്പറേറ്റ് ചെയ്യാൻ. ഇത് എത്രമാത്രം ഉണ്ട്, ഈ സീലിംഗ് ജെറ്റ് എത്രമാത്രം ഉണ്ട് എന്നുള്ളതിൻ്റെ ബേസിലാണ് അത് അലാം കൊടുക്കുക. സ്മോക്ക് ഡിറ്റക്ടർ ഉണ്ട്, ഹീറ്റ് ഡിറ്റക്ടർ ഉണ്ട്, അതൊക്കെ നമുക്ക് അടുത്ത 5th മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. സ്പ്രിംഗ്ലേഴ്സ് ഒക്കെ ആക്ടിവേറ്റ് ആവുന്നത് ഈ സീലിംഗ് ജെറ്റിൻ്റെ ഇൻട്രാക്ഷൻ്റെ ബേസിലാണ്.
ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയാനുള്ളത്. പിന്നെ നമുക്ക് തിയററ്റിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് ആ പ്ലൂമിൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. സിലബസിൽ പറഞ്ഞ കുറച്ച് ടേംസുകളാണ്, കുറേ ടൈപ്പ് പ്ലൂമുകളുണ്ട്, അതേപോലെ തന്നെ ഐഡിയൽ പ്ലൂം. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ആക്ച്വലി ഒരു ബേസിക് പ്ലൂമിൻ്റെ സ്ട്രക്ചറാണ്. അത് തന്നെയാണ് ഐഡിയൽ പ്ലൂം. ശരിക്കും ഒരു പ്ലൂം ഉണ്ടാകും, ഐഡിയൽ ആയിട്ടൊരു പ്ലൂം എങ്ങനെ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുക, ആ ഫിഗറൊക്കെ വരയ്ക്കുക. ഇനിയിപ്പോൾ വേറെ തിയററ്റിക്കലായിട്ട് അവിടെ ക്വസ്റ്റ്യൻ വരുന്നത് സിലബസിൽ വേറെ കുറച്ച് പ്ലൂംസിനെ കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. 1-2 ടൈപ്പ് ഓഫ് പ്ലൂംസിനെ കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഐഡിയൽ പ്ലൂം ആൾറെഡി നമ്മൾ പറഞ്ഞു, തിയററ്റിക്കൽ പ്ലൂമാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സിമെട്രിക്കൽ ഫ്ലോ ആണ് അല്ലേ, ആക്സിന് സിമെട്രിക്കൽ ആയിട്ടല്ല നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ പോയിന്റ് സോഴ്സിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ബയൻസി ആണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. 3 റീജിയൻ ഉണ്ട്, നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തു. ഫ്ലെയിം റീജിയൻ, ഇന്റർമീഡിയറ്റ് റീജിയൻ, പ്ലൂം റീജിയൻ. എയർ അതിലോട്ട് എൻട്രെയിൻ ചെയ്യുന്നതിനാണ് എൻട്രെയിൻമെൻറ്റ് എന്ന് പറയുന്നത്. മുകളിലോട്ട് പോകുന്തോറും ഈ ഇക്വേഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മീൻ ഫ്ലെയിം ഹൈറ്റ് കോറിലേഷൻ. ഓർത്ത് വെക്കുക, ഇതാണ് നമ്മൾ ഏറ്റവും സിമ്പിൾ. മറ്റേതൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഇക്വേഷനാണ്. പല ആളുകൾ പല ജേർണലിൽ പല ഇക്വേഷൻ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ സാധാരണ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. ഇത് ഓർത്ത് വെച്ചാൽ മതി. നമ്മുടെ ഫ്ലെയിം ഹൈറ്റിൻ്റെ അല്ലെങ്കിൽ പ്ലൂം ഹൈറ്റിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LF is equal to -1.02D plus 0.235 Q⁵2/5. Q എന്ന് പറഞ്ഞാൽ ഹീറ്റ് റിലീസ് റേറ്റ് ആണ്. D എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദി ഫയർ. ഡയമീറ്റർ ഓഫ് ദി ഫയർ ഓർ പ്ലൂം. D ക്യാപിറ്റൽ D അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ലെങ്ത് എന്ന് പറയാം. നമ്മളത് സർക്കുലർ ആയിട്ടാണ് അസൈൻ ചെയ്യുക, അതുകൊണ്ടാണ് ഡയമീറ്റർ എടുത്തത്. Q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹീറ്റ് റിലീസ് റേറ്റ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക, ഇത് പഠിക്കണം. LF is equal to 0.235 Q⁵2/5 minus 1.02D. ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, Q കൂടുന്തോറും സ്വാഭാവികമായിട്ടും നമ്മുടെ ഫ്ലെയിമിൻ്റെ ഹൈറ്റ് കൂടും. ഹീറ്റ് റിലീസ് റേറ്റ് കൂടുന്തോറും ഫ്ലെയിമിൻ്റെ ഹൈറ്റ് കൂടും എന്നുള്ളത് ഓർത്ത് വെക്കാം. ഇനി ഞാൻ പറഞ്ഞ കുറച്ച് ടൈപ്പ് ഓഫ് പ്ലൂം സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഐഡിയൽ പ്ലൂം അത് ആൾറെഡി നമ്മൾ പറഞ്ഞു. ലൈൻ പ്ലൂം, ബൗണ്ടഡ് പ്ലൂം, ഈ 2 പ്ലൂം കൂടെ നമ്മൾ പഠിക്കണം. ജസ്റ്റ് തിയററ്റിക്കൽ കൺസെപ്റ്റ് ആണ്, എന്താണെന്ന് നോക്കാം. ഐഡിയൽ പ്ലൂം നമ്മൾ പറഞ്ഞു ഒരു ആക്സിന് സിമെട്രിക്കൽ ആയിട്ട് വരുന്ന പ്ലൂമിനെയാണ് ഐഡിയൽ പ്ലൂം എന്ന് പറയാം. പിന്നെ നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ നമുക്കൊരു പോയിന്റ് സോഴ്സ് ആണ് കിട്ടിയത് അല്ലേ. ജസ്റ്റ് ഒരു പോയിന്റിൽ നിന്നാണ് നമ്മുടെ ഫ്ലെയിം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഐഡിയൽ പ്ലൂം എപ്പോഴും ഒരു പോയിന്റിൽ നിന്നാണ് ഉണ്ടാവുക എന്നുള്ളത് ഓർത്ത് വെക്കാം. സാധാരണ സ്മോക്ക് അനാലിസിസിനും ഫയർ മോഡലിങ്ങിനും ഇത് യൂസ് ചെയ്യാറ്. ഇനി ലൈൻ പ്ലൂം എപ്പോഴാണ് ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സോഴ്സ്, ഫയറിൻ്റെ സോഴ്സ് പോയിന്റിന് പകരം ലോങ് ആൻഡ് നാരോ ആണെങ്കിലാണ് ലൈൻ പ്ലൂം ഉണ്ടാവുക. ഫയർ സോഴ്സ് ഈസ് ലോങ് ആൻഡ് നാരോ. അപ്പോൾ ഒരു തിന്നായിട്ടുള്ള ലോങ് ആയിട്ടുള്ള സോഴ്സിൽ നിന്നാണ് ഫയർ ഉണ്ടാകുന്നതെങ്കിൽ അവിടെയാണ് നമ്മുടെ ലൈൻ പ്ലൂം ഉണ്ടാവുക. പ്ലൂം എന്ന് കേട്ടാൽ ജസ്റ്റ് ഹോട്ട് ഗ്യാസിൻ്റെ ഫ്ലോ എന്നുള്ളത് ഓർത്തിച്ചാൽ മതി. അപ്പോൾ നാരോ ലോങ് ആയിട്ടുള്ള സോഴ്സ് ആണെങ്കിൽ ലൈൻ പ്ലൂം ഉണ്ടാവും. അത് 2 ഡയമെൻഷണൽ പ്ലൂം ആണ്. പിന്നെ ഓർത്ത് വെക്കേണ്ടത്, നേരത്തെ നമ്മൾ ഐഡിയൽ പ്ലൂം പറഞ്ഞപ്പോൾ അത് ഒരു ആക്സിസിന് സിമെട്രിക്കൽ ആയിരുന്നു അല്ലേ. നമ്മൾ പറഞ്ഞത് ഈ ആക്സിസിന് 2 സൈഡിലും സിമെട്രിക്കൽ ആയിട്ടായിരുന്നു ഐഡിയൽ പ്ലൂം ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അത് നോൺ ആക്സിസ് സിമെട്രിക് ആയിരിക്കും. ഒരു സൈഡിലോട്ട് ഒരുപോലെ വേറൊരു സൈഡിലോട്ട് വേറെ പോലെ. അപ്പോൾ ആക്സിസിന് സിമെട്രിക്കൽ ആയിക്കോളണം എന്ന് നിർബന്ധമല്ല. എക്സാമ്പിൾ ഈ കൺവെയർ ബെൽറ്റിലൊക്കെ ഉണ്ടാകുന്ന ഫയറാണ്. അടുത്തത് ബൗണ്ടഡ് പ്ലൂം. ഇത് ചിലപ്പോൾ എക്സാമിന് 3 മാർക്കിന് ഈ ബൗണ്ടഡ് പ്ലൂം എന്ന് പറയുന്നതിന് പകരം അവർ വിൻഡോ പ്ലൂമെന്നോ അല്ലെങ്കിൽ കോർണർ പ്ലൂമെന്നോ അങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ആക്ച്വലി ബൗണ്ടഡ് പ്ലൂം. ആ പേര് തന്നെ ഉണ്ട്, ബൗണ്ട് ചെയ്യപ്പെടുന്ന പ്ലൂം. എ പ്ലൂം റെസ്ട്രിക്റ്റഡ് ബൈ വാൾസ്, കോർണേഴ്സ് ഓർ എൻക്ലോഷേഴ്സ്. ഓക്കെ, അപ്പോൾ വാളിൽ നിന്നോ കോർണറിൽ നിന്നോ ഒക്കെ ഉണ്ടാകുന്ന പ്ലൂമിനെ നമ്മൾ പറയുന്ന പേരാണ് ബൗണ്ടഡ് പ്ലൂം. ഇനി അതിൻ്റെ ഫീച്ചേഴ്സ്, അത് റെസ്ട്രിക്റ്റഡ് ആണ്. ഒരു റൂമിനകത്ത് ഉണ്ടാവുന്ന ഹയർ ടെമ്പറേച്ചർ ഉണ്ടാവും, ഇൻക്രീസ്ഡ് സ്മോക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാവും. ടൈപ്സ് വാൾ പ്ലൂം, കോർണർ പ്ലൂം, കൺഫൈൻഡ് പ്ലൂം. ഇനി ഇതിൻ്റെ എല്ലാം കൂടി ഒരു ഓവറോൾ കമ്പാരിസൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐഡിയൽ പ്ലൂം, ലൈൻ പ്ലൂം, ബൗണ്ടഡ് പ്ലൂം, ഓരോ പോയിന്റിൻ്റെ ബേസിലുള്ള കമ്പാരിസൺ ആണ്. ഫയർ സോഴ്സ് നമ്മൾ പറഞ്ഞു, ഐഡിയൽ പ്ലൂമിൻ്റെ കേസിൽ പോയിന്റ് സോഴ്സ് ആണ്. ലൈൻ പ്ലൂം ആകുമ്പോൾ അത് ലീനിയർ സോഴ്സ് ആണ്, ലെങ്ത് കൂടിയ നാരോ ആയിട്ടുള്ള സോഴ്സ് ആണ് നമ്മൾ പറഞ്ഞു. ഇനി ബൗണ്ടഡ് പ്ലൂം ആകുമ്പോൾ എൻക്ലോഷർ ആണ്, അത് വാളാവാം, എന്ത് വേണമെങ്കിലും ആവും. ഇനി അതിൻ്റെ ഷേപ്പ് ഇവിടെ നമ്മൾ ആക്സിസ് സിമെട്രിക് ആണ് ഐഡിയൽ പ്ലൂമിൽ, മറ്റേത് 2 ഡയമെൻഷനൽ ആണ്, ഇത് റെസ്ട്രിക്റ്റഡ് ആണ്. ഇനി എയർ എൻട്രൈൻമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഐഡിയൽ പ്ലൂമിന് ഹൈ ആണ്, ലൈൻ പ്ലൂമിന് മോഡറേറ്റ് ആണ്, ബൗണ്ടഡ് പ്ലൂമിന് റെസ്ട്രിക്റ്റഡ് ആണ്. ടെമ്പറേച്ചർ നോക്കുമ്പോൾ ഇവിടെ മോഡറേറ്റ്, ഡിസ്ട്രിബ്യൂട്ടഡ്, ഹയർ. ബൗണ്ടഡ് പ്ലൂമിനായിരിക്കും എപ്പോഴും ടെമ്പറേച്ചർ കൂടുതൽ ഉണ്ടാവുക. ഫ്ലോ ഡയറക്ഷൻ നമ്മൾ സിമെട്രിക്കൽ, എലോങ്ങേറ്റഡ് വെർട്ടിക്കൽ, കൺഫൈൻഡ് അപ്വാർഡ്. എക്സാമ്പിൾ ഓർത്ത് വെക്കുക, പൂൾ ഫയർ, കൺവെയർ ഫയർ, കോർണർ ഫയർ. അപ്പോൾ ഈ ഒരു ടേബിൾ കൂടെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക, തിയറി ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ. ഇനി നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തൊരു സാധനമാണ് സീലിംഗ് ജെറ്റ്. അതിൻ്റെ കുറച്ച് തിയറി കൺസെപ്റ്റ് കൂടി നമുക്ക് നോക്കാം.
സീലിംഗ് ജെറ്റ് ഈസ് ദി ഹൊറിസോണ്ടൽ ഫ്ലോ ഓഫ് ഹോട്ട് ഗ്യാസസ് ഫോംഡ് വെൻ എ പ്ലൂം സ്ട്രൈക്ക് ദി സീലിംഗ്. ആൾറെഡി നമ്മൾ പറഞ്ഞു, സീലിംഗിൽ തട്ടിയതിന് ശേഷം ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആ മൂവ്മെൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് സീലിംഗ് ജെറ്റ്. ഇനി അതെങ്ങനെ ഉണ്ടാവും, അതിൻ്റെ സ്റ്റെപ്പാണ് പറയുന്നത്. ആദ്യം ഫയർ ജനറേറ്റ് ചെയ്യും, അതിൽ പ്യൂം ഉണ്ടാവും. ഈ പ്യൂം മുകളിലോട്ട് റേസ് ചെയ്യും, പ്ലൂം മുകളിലോട്ട് റേസ് ചെയ്യും. പ്ലൂം റേസസ് അപ്വാർഡ്, പ്ലൂം ഹിറ്റ്സ് ദ സീലിംഗ്, ഹോട്ട് ഗ്യാസസ് സ്പ്രെഡ് ഹൊറിസോണ്ടലി. അപ്പോൾ പ്ലൂം ഉണ്ടാവുന്നു, പ്ലൂം ഹൈറ്റിലോട്ട് പോകുന്നു, സീലിംഗിൽ തട്ടുന്നു, ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്നു. അങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീലിംഗ് വാളിൻ്റെ അടുത്ത് ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. പുറത്തോട്ട് പോകുന്നതോറും താഴോട്ട് വരുന്നതോറും വെലോസിറ്റി കുറഞ്ഞു വരും. അതേപോലെ തന്നെ ഡിറ്റക്ടർക്ക് സ്പ്രിംഗ്ലർ അല്ലെങ്കിൽ സ്മോക്ക് ഡിറ്റക്ടർ അങ്ങനെയുള്ള എല്ലാ ഡിറ്റക്ടേഴ്സിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് സീലിംഗ് ജെറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ റീജിയൻസ് ഉണ്ട്. ഇംപിഞ്ച്മെൻറ്റ് റീജിയൻ, റേഡിയൽ ഫ്ലോ റീജിയൻ, ഡീകെ റീജിയൻ. ഒക്കെ ജസ്റ്റ് വായിച്ച് പോയാൽ മതി, ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ആവശ്യമില്ല. ഇത് ആപ്ലിക്കേഷൻ നമ്മൾ ഫയർ ഡിറ്റക്ഷന്, അതുപോലെ തന്നെ സ്പ്രിംഗ്ലർ ഓപ്പറേഷന്, സ്മോക്ക് മൂവ്മെൻറ്റ് അനാലിസിസ്, ഫയർ സേഫ്റ്റി ഡിസൈനിന് വേണ്ടിയിട്ടാണ് സീലിംഗ് ജെറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി സിലബസിൽ ലാസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ സ്പ്രിംഗ്ലർ ആൻഡ് ഫയർ പ്ലൂം. ഈ ഫയർ പ്ലൂം വൺസ് ഫയർ പ്ലൂം എത്തിയിട്ട് ഈ സ്പ്രിംഗ്ലറിൽ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ സ്പ്രിംഗ്ലറും ഫയർ പ്ലൂമും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ സ്പ്രിംഗ്ലർ ഫയർ പ്ലൂമിന് എന്താണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ ഫയർ അവിടെ സ്റ്റോപ്പ് ചെയ്യലാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഫയർ ഉണ്ടായി, അതിൻ്റെ ഒരു ഫയർ പ്ലൂം ഉണ്ടായി, അത് മുകളിലോട്ട് പോയി സീലിംഗിൽ തട്ടി, സീലിംഗ് ജെറ്റ് ഉണ്ടായി, നമ്മുടെ സ്പ്രിംഗ്ലറിനെ പോയി തട്ടി. അപ്പോൾ സ്പ്രിംഗ്ലർക്ക് അതിനുള്ള സിഗ്നൽ കിട്ടി. ഇനി സ്പ്രിംഗ്ലർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ സ്പ്രിംഗ്ലർ സ്പ്രേ ആൻഡ് ഫയർ പ്ലൂം. ഓക്കെ, ഫയർ പ്ലൂം ആൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്വാർഡ് മൂവ്മെൻറ്റ് ഓഫ് ഹോട്ട് ഗ്യാസ് ആണ്. സ്പ്രിംഗ്ലർ സ്പ്രേ അതിനകത്ത് കുറേ വാട്ടർ, സ്പ്രിംഗ്ലർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ സീലിംഗിൽ വെക്കുന്ന ഒരു സാധനമാണ്. അത് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അതിനുള്ളിലൊരു ഫ്യൂസ് ഉണ്ട്, അത് പൊട്ടിയിട്ട് വെള്ളം പുറത്തോട്ട് വരികയാണ് ചെയ്യുക. എ സ്പ്രിംഗ്ലർ സ്പ്രേ കൺസിസ്റ്റ് ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഡിസ്ചാർജ്ഡ് ഫ്രം സ്പ്രിംഗ്ലർ ഹെഡ്സ് ആഫ്റ്റർ ആക്ടിവേഷൻ ഡ്യൂ ടു ഹീറ്റ്. ഹീറ്റ് കൂടുന്ന സമയത്ത് അത് ആക്ടിവേറ്റ് ആയിട്ട് അതിൽ നിന്ന് പുറത്തോട്ട് വെള്ളം വരും. ഇനി ഈ സ്പ്രിംഗ്ലറിൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൂളിംഗ്, ഫയർ കൺട്രോള്, ഫയർ സപ്രഷൻ, സ്മോക്ക് കൂളിംഗ്. അപ്പോൾ സ്മോക്കിനെ കൂൾ ചെയ്യണം, ഫയറിനെ കൺട്രോൾ ചെയ്യണം, ഫയറിനെ സപ്രസ് ചെയ്യണം. ഇത്രയൊക്കെയാണ് നമ്മുടെ സ്പ്രിംഗ്ലറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഇൻട്രാക്ഷൻ പ്രോസസ്സിനകത്ത് രണ്ട് കാര്യങ്ങളാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് സ്പ്രിംഗ്ലർ ആക്ടിവേറ്റ് ചെയ്യണം. സ്പ്രിംഗ്ലർ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഈ പ്ലൂം അല്ലെങ്കിൽ സീലിംഗ് ജെറ്റ് നമ്മുടെ സ്പ്രിംഗ്ലറിൽ തട്ടിക്കഴിഞ്ഞാൽ സ്പ്രിംഗ്ലറിനകത്തൊരു ബൾബ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്യൂസ് ഉണ്ടാവും. ഫ്യൂസ് ബ്രേക്കായിട്ട് വാട്ടർ സ്പ്രേ ചെയ്യും. അതാണ് സ്പ്രിംഗ്ലർ ആക്ടിവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സ്പ്രിംഗ്ലർ ആക്ടിവേറ്റ് ആയി, വെള്ളം പുറത്തോട്ട് ഡിസ്ചാർജ് ആയി, ഈ വെള്ളം വന്നിട്ട് നമ്മുടെ പ്ലൂമുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടെ നടക്കുന്നത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് മൂവ് ഡൗൺവാർഡ് വൈൽ ദ ഫയർ പ്ലൂം മൂവ്സ് അപ്വാർഡ്. പ്ലൂം ഇങ്ങനെ മുകളിലോട്ട് പോകുന്നുണ്ടാവും, ഡ്രോപ്ലെറ്റ്സ് താഴോട്ട് വരുന്നുണ്ടാവും. അപ്പോൾ ഇവ തമ്മിലൊരു മൊമെൻറ്റം എക്സ്ചേഞ്ച് നടക്കും. അപ്പോൾ അവിടെ നടക്കുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ, ഇവാപ്പറേഷൻ ആൻഡ് ടർബുലൻസ്. ഓക്കെ, ഇനി അതിൻ്റെ എഫക്റ്റ് എന്തൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു കൂളിംഗ് ഓഫ് ഹോട്ട് ഗ്യാസസ്. ഈ ഉണ്ടാകുന്ന പ്ലൂമിലുള്ള ഹോട്ട് ഗ്യാസിന് കൂൾ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്പ്രിംഗ്ലറിൻ്റെ ഫംഗ്ഷൻ. അടുത്തത് സ്റ്റീം ഫോർമേഷൻ. സ്റ്റീം ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പുറത്തോട്ട് വരുന്ന വെള്ളം കുറച്ച് സ്റ്റീമായിട്ട് പോകും. റിഡക്ഷൻ ഇൻ പ്ലൂം വെലോസിറ്റി, വരുന്ന പ്ലൂമിൻ്റെ വെലോസിറ്റി കുറക്കുക എന്നുള്ളതാണ് അടുത്ത ഫംഗ്ഷൻ. ഫ്ലെയിമിനെ സപ്രസ് ചെയ്യുക, ഫ്ലെയിം സപ്രഷൻ, സ്മോക്ക് കൂളിംഗ്, അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് ടർബുലൻസ്. ഇനി ഈ സ്പ്രിംഗ്ലറിൻ്റെ ആക്ഷൻ എന്തൊക്കെ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇൻട്രാക്ഷൻ, അവ തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്തൊക്കെ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് വൺ, ഡ്രോപ്ലെറ്റ് സൈസ്. സ്വാഭാവികമായിട്ടും നമുക്ക് പുറത്തോട്ട് വരുന്ന സ്പ്രിംഗ്ലറിന് പുറത്തോട്ട് വരുന്ന ഡ്രോപ്ലെറ്റിൻ്റെ സൈസ് ചെറുതാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന്, ഹോട്ട് ഗ്യാസാണ് ഇവിടെ ഉള്ളത്, അപ്പോൾ ചെറിയ വെള്ളത്തിൻ്റെ തുള്ളി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. അപ്പോൾ സ്മോൾ ഡ്രോപ്ലെറ്റ്സ് ഇവാപ്പറേറ്റ് ക്വിക്ക്ലി. ലാർജ് ഡ്രോപ്ലെറ്റ്സ് ആണെങ്കിൽ പ്ലൂമിനകത്തോട്ട് ഡീപ്പായിട്ട് പെനിട്രേറ്റ് ചെയ്യാൻ കഴിയും, കാരണം അത് പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പോവില്ല. അതാണ് സൈസ് വെച്ച് നമുക്ക് പറയാനുള്ളത്. ലാർജ് ഡ്രോപ്ലെറ്റ്സ് പെനിട്രേറ്റ് പ്ലൂം ബെറ്റർ, സ്മോൾ ഡ്രോപ്ലെറ്റ്സ് ഇവാപ്പറേറ്റ് ക്വിക്ക്ലി. ഇനി വാട്ടർ ഡിസ്ചാർജ് റേറ്റ്. ഹയർ ഡിസ്ചാർജ് റേറ്റ് ഇംപ്രൂവ്സ് കൂളിംഗ്. സ്വാഭാവികമായിട്ടും കൂടുതൽ വെള്ളം നമ്മുടെ സ്പ്രിംഗ്ലറിൽ വരികയാണെങ്കിൽ പെട്ടെന്ന് കൂളാവാനുള്ള ചാൻസ് ഉണ്ട്. ഫയർ സൈസ്. ലാർജ് ഫയർ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് സ്പ്രിംഗ്ലർ വെച്ച് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല, കാരണം പ്ലൂമിൻ്റെ സൈസ് കൂടുതലായിരിക്കും. ഇനി സീലിംഗ് ഹൈറ്റ്. ഹയർ സീലിംഗ്സ് ആണെങ്കിൽ സ്പ്രിംഗ്ലറിനെ ആക്ടിവേറ്റ് ചെയ്യാൻ സമയം എടുക്കും അല്ലേ, കാരണം നമ്മുടെ സീലിംഗ് നല്ല ടോപ്പിലാണെങ്കിൽ ഈ പ്ലൂം അവിടെ എത്തുമ്പോഴേക്കും ഫയർ ഒരുപാട് സ്പ്രെഡ് ആയിട്ടുണ്ടാവും. ആ പ്ലൂം അവിടെ എത്തിയിട്ട് വേണം നമ്മുടെ സ്പ്രിംഗ്ലറിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹൈറ്റ് കൂടുന്തോറും ഇൻട്രാക്ഷൻ്റെ സ്പീഡ് കുറയും. സ്പ്രേ പാറ്റേൺ. ഡിഫറെൻറ്റ് ഇനി പല ടൈപ്പ് സ്പ്രിംഗ്ലർ ഹെഡ്സ് ഉണ്ട്, അപ്പോൾ അത് പല രൂപത്തിലായിരിക്കും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടാവുക.
ഇനി ഇത് നമ്മുടെ ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗിൽ എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പ്രിംഗ്ലർ സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഡിറ്റക്ടർ എത്രമാത്രം സ്പേസിങ്ങിൽ കൊടുക്കണമെന്നും സ്മോക്ക് മാനേജ്മെൻ്റ് ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഈ ഇതിൻ്റെ ബേസിലാണ്, സീലിംഗ് ജെറ്റിൻ്റെ ഇതിൻ്റെ ഇൻട്രാക്ഷൻ്റെ ബേസിലാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അത് ഓരോ ഫാക്ടറും ഓരോ ഇൻട്രാക്ഷൻ്റെ ഫാക്ടറും അതിൻ്റെ റിസൾട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂളിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ പ്ലൂമിൻ്റെ ടെമ്പറേച്ചർ കുറയും, അതായത് നമ്മുടെ സ്പ്രിംഗ്ലറിൽ നിന്ന് വരുന്ന വെള്ളം കൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലൂമിൻ്റെ ടെമ്പറേച്ചർ കുറയും. സ്റ്റീം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. റെഡ്യൂസ് പ്ലൂം സ്ട്രെങ്ത്, കൺട്രോൾ സ്മോക്ക് മൂവ്മെൻറ്റ്, ഫ്ലെയിം സപ്രഷൻ, കൺട്രോൾസ് ഫയർ ഗ്രോത്ത്, സ്മോക്ക് കൂളിംഗ്, ഇംപ്രൂവ്സ് വിസിബിലിറ്റി. സ്മോക്ക് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെയുള്ള സ്മോക്കിലെ വിസിബിലിറ്റിയും അതുപോലെ തന്നെ സേഫ്റ്റിയും ഇമ്പ്രൂവ് ആവും. ഇത്ര കാര്യങ്ങളാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ എക്സാമിന് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. എക്സ്പ്ലെയിൻ ഇൻട്രാക്ഷൻ ഓഫ് സ്പ്രിംഗ്ലർ സ്പ്രേ വിത്ത് ഫയർ പ്ലൂം. അപ്പോൾ നിങ്ങൾ ആദ്യം ഫയർ പ്ലൂം എന്താണെന്ന് പറയാം, സീലിംഗ് ജെറ്റിനെ കുറിച്ച് മെൻഷൻ ചെയ്യുക, എന്നിട്ട് എന്താണ് സ്പ്രിംഗ്ലർ എന്ന് പറയാം, അതിനുശേഷം ഇവ തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 2 സ്റ്റെപ്പിലാണ് ഇൻട്രാക്ഷൻ നടക്കുന്നത്. ആദ്യം സ്പ്രിംഗ്ലർ ആക്ടിവേറ്റ് ചെയ്യണം. അതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു, പ്ലൂം ചെന്നിട്ട് അല്ലെങ്കിൽ സീലിംഗ് ജെറ്റ് ചെന്നിട്ട് സ്പ്രിംഗ്ലറിൽ തട്ടുന്ന സമയത്ത് അതിന് ആ ബൾബ് ഫ്യൂസ് ആവും അല്ലെങ്കിൽ ബ്രേക്ക് ആവും, അതിനുശേഷം വാട്ടർ സ്പ്രേ ചെയ്യും. അടുത്തത് കോണ്ടാക്ട് ബിറ്റ്വീൻ. ഇനി വാട്ടർ പുറത്തോട്ട് വന്നാൽ ഈ പ്ലൂമുമായിട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുക, അപ്പോൾ അവിടെ നടക്കുന്നത് ഹീറ്റ് എക്സ്ചേഞ്ച് ആണ്, മൊമെൻറ്റം എക്സ്ചേഞ്ച്, ഹീറ്റ് ട്രാൻസ്ഫർ, ഇവാപ്പറേഷൻ, അങ്ങനെയാണ് ആക്ച്വലി അതിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. പിന്നെ നല്ല മാർക്കിനാണെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കാര്യങ്ങളും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻട്രാക്ഷൻ പ്രോസസ്സിനകത്ത് സ്പ്രിംഗ്ലർ ആക്ടിവേഷൻ എന്തൊക്കെയാണ് എഫക്റ്റ് ഉണ്ടാവുക എന്നുള്ളത് കൂടി എക്സ്പ്ലെയിൻ ചെയ്യുക. കൂളിംഗ് ഉണ്ട്, സ്റ്റീം ഫോർമേഷൻ ഉണ്ട്. ഇത് ഹെഡിങ്ങെങ്കിലും ഓർത്ത് വെക്കുക. കൂളിംഗ് ഓഫ് ഹോട്ട് ഗ്യാസസ്, സ്റ്റീം ഫോർമേഷൻ, ഫ്ലെയിം വെലോസിറ്റി റിഡക്ഷൻ, ഫ്ലെയിം സപ്പറേഷൻ. ബേസിക്കലി നമ്മൾ സ്പ്രിംഗ്ലർ യൂസ് ചെയ്യുന്നത് അവിടെയുള്ള തീനെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കവിടെ ടെമ്പറേച്ചർ കുറക്കണം, അതുപോലെ തന്നെ ഫ്ലെയിമിൻ്റെ സ്പ്രെഡ് ആവുന്ന വെലോസിറ്റി കുറക്കണം, സ്മോക്കിനെ കൂൾ ചെയ്യണം. അതൊക്കെയാണ് അവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ ഫാക്ടറിനെയാണ് ഇവ ഇൻട്രാക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുക, അങ്ങനെ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഓരോന്നും ഡ്രോപ്ലെറ്റ് സൈസിനെ കുറിച്ച് പറയാം, ഡിസ്ചാർജ് റേറ്റ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും, ഫയറിൻ്റെ സൈസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും, സീലിംഗ് ഹൈറ്റ്, സ്പ്രേ പാറ്റേൺ. ഇത്രയാണ് നിങ്ങൾ ഈ ഭാഗത്ത് നോക്കേണ്ടത് കേട്ടോ.